ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വഴുതനങ്ങ തോരൻ, അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 250 ഗ്രാം വഴുതനങ്ങയാണ് ഞാനിവിടെ എടുത്തത്. ചുവന്ന കളറിലുള്ള ചെറിയ വഴുതനങ്ങ ആയാലും കുഴപ്പമില്ല, ഏതായാലും മതി. ഒരു പാത്രം ഇതേപോലെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ വഴുതനങ്ങ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത്രയും മതി. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങനെ പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്ക് 1 സവാള അരിഞ്ഞു വെച്ചത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അത് നന്നായി വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് വീണ്ടും അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഒന്നും കൂടി ഇളക്കി കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 പച്ചമുളക് ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂടുതലായിട്ട് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് ഇതിനായിട്ട് എടുത്തത്. ഇത് ഇട്ട് വഴറ്റുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി അതിൻ്റെ കൂടെ തന്നെ ചേർക്കണം. ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കൻ അങ്ങനെ ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ഒരു 1/2 ടീസ്പൂൺ മതി. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും. എന്നിട്ടും വീണ്ടും ഇളക്കി തന്നെ. മസാലപ്പൊടി കൂടാൻ പാടില്ല കേട്ടോ, ഒക്കെ കുറച്ച് മതി. അങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കിയ ഒരു പരുവത്തിലാവുമ്പോൾ ഇതിലേക്ക് അല്പം കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഇളക്കുക. അല്പം പുളിവെള്ളം കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്, അതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ബാക്കി നല്ല ചൂടുവെള്ളം കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിലേക്കൊന്ന് കട്ട് ചെയ്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മൾ ആദ്യം വഴറ്റി വെച്ച വഴുതനങ്ങ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങ തോരൻ ഇവിടെ റെഡിയാവും. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൈഡ് ഡിഷ് കൂടിയാണിത്. ചോറിനൊപ്പം വേറെ കറി ഒന്നുമില്ലെങ്കിലും നമുക്ക് നല്ല രുചിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ തോരനാണിത്. ഇതുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് നമ്മൾ അധികം കഴിച്ചു പോകും. ഇതാണ് മക്കളെ നമ്മുടെ വഴുതനങ്ങ തോരൻ. എങ്ങനെയുണ്ട് റെസിപ്പി? വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഓക്കെ, ബൈ. താങ്ക് യു.